അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ കുല്ലി വസ്വഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. കുറച്ച് ദിവസങ്ങളായി കുരുവട്ടൂരികൾ സോഷ്യൽ മീഡിയകളിലും അവരുടെ വേദികളിലും നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് പേരോട് ഉസ്താദിനെതിരെ രൂക്ഷമായ രൂപത്തിൽ വിമർശനം. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇസ്തിഗാസക്കെതിരെ സംസാരിച്ചു. പേരോട് ഉസ്താദ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഴഞ്ഞു കിടക്കുന്നൊരു ബാപ്പയോട് തുല്യപ്പെടുത്തി എന്ന് പറഞ്ഞ് കുരുവട്ടൂരികൾ വ്യാപകമായി എല്ലാ സ്റ്റേജിലും ഇത് പ്രസംഗിച്ച് അത് സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും സങ്കടം എന്ന് പറയുന്നത് നമ്മളെ കൂട്ടത്തിൽ തന്നെ ചില ആളുകൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാതെ, പേരോട് ഉസ്താദ് പറഞ്ഞ ഭാഗം ആ പ്രസംഗം കേൾക്കുക പോലും ചെയ്യാതെ, ഈ നൗഷാദ് എന്ന് പറയുന്ന ഈ തനി കപടൻ വഞ്ചകനായ ഈ ചങ്ങാതി, കുരുവട്ടൂരികളെ കുറിച്ച് നമുക്ക് നല്ലോണം അറിയാം. അവര് വഞ്ചകന്മാരാണ്, ക്ലിപ്പ് പകുതി മുറിച്ച് സമൂഹത്തെ വഞ്ചിപ്പിക്കുന്നവരാണ്, കുരുവട്ടൂരികൾ കാട്ടുകള്ളന്മാരാണ് എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ. എന്നിട്ട് പോലും ഇവരുടെ പ്രഭാഷണം കേട്ട് ആ പ്രഭാഷണത്തിൽ നിന്ന് അവർ കട്ടുമുറിച്ച് കേൾപ്പിച്ച ഭാഗങ്ങൾ കേട്ട് എന്നിട്ട് അത് നൗഷാദ് ഒന്നുകൂടി അതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് വ്യാപകമായ രൂപത്തിൽ എന്തൊക്കെയോ തൊള്ളയിട്ട് പ്രചരിപ്പിച്ച് അത് കേട്ട് നമ്മളും സംശയത്തിലാകുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. അവരെ കാര്യം ആലോചിക്കുമ്പോഴാണ് വലിയ സങ്കടം. ഇവരൊക്കെ വിശ്വസിക്കുന്നുണ്ട് കുരുവട്ടൂരികൾ കള്ളന്മാരാണ്, കുരുവട്ടൂരികൾ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്, ഇവർ വഞ്ചകന്മാരാണ് എന്ന് ഈ സംശയിക്കുന്ന ആളുകൾക്ക് വരെ അറിയാം. അങ്ങനത്തെ ആളുകൾ എന്തിനാണ് ഈ കുരുവട്ടൂരികളെ പ്രഭാഷണം കേൾക്കാൻ പോകുന്നതെന്ന് നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത്. അല്ലെങ്കിൽ അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ആ വിഷയത്തിൽ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്, പേരോട് ഉസ്താദ് എന്ത് വിശദീകരണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, എന്തിനാണ് പേരോട് ഉസ്താദ് ആ വിഷയങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് വളരെ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. അത് കഴിവില്ലാത്ത ആളുകൾ ഇത്തരം ശൈത്താന്മാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കുക എന്നത് വളരെ അപകടകരമാണ്. വെറുതെ അല്ല നമ്മുടെ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മോട് പറഞ്ഞത്, ഒരു കാരണവശാലും ബിദ്അത്തുകാരുടെ പ്രഭാഷണം കേൾക്കാൻ പാടില്ല, കള്ളത്തൊരീകത്തുകാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ പാടില്ല. കാരണം അതിൽ വഞ്ചനയുണ്ട്, മാരണമുണ്ട്. നമ്മളൊക്കെ ആലോചിക്കേണ്ടത് നമ്മുടെ ഈമാനാണ്. നമ്മൾ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി ശൈത്താൻ എല്ലാ നിലക്കും നമ്മളെ പിന്നാലെ കൂടുന്നുണ്ട്. നമ്മളെ ഈമാൻ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, ബിദ്അത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകണം, എന്നിട്ട് നമ്മൾ ഈമാൻ ഇല്ലാതെയാക്കണം. അതിന് ശൈത്താൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഓരോ പരിപാടികളാണ് ഈ കുരുവട്ടൂരികളടക്കമുള്ള കള്ളത്തൊരീകത്തുകാരുടെയും ബിദ്അത്തുകാരുടെയും പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിലേക്ക് നമ്മളെ മനസ്സ് കൊണ്ടെത്തിക്കുക. എന്നിട്ട് അവരുടെ പ്രഭാഷണങ്ങൾ മാത്രം കേട്ട് അതിൽ നിന്ന് നമ്മൾ സംശയം ഉണ്ടാക്കുക, ആ സംശയത്തിൽ നമ്മൾ പെടുക. എന്നിട്ടാണെങ്കിലോ അപ്പുറത്ത് നമ്മുടെ മഹത്തുക്കൾ എന്താണ് ഇതിന് വിശദീകരണം കൊടുത്തത് എന്ന് കേൾക്കാതെ, അത് കേൾക്കാനുള്ള മനസ്സ് കൊടുക്കാതെ ഈ സംശയവുമായിട്ട് ഇങ്ങനെ നടക്കുന്നിട്ട് പേരോട് ഉസ്താദ് എന്തോ പറഞ്ഞോ, പേരോട് ഉസ്താദ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുഴഞ്ഞു കിടക്കുന്ന ഒരു മനുഷ്യനോട് തുല്യപ്പെടുത്തിയോ, അല്ലാഹ് അത് വലിയൊരു സംഭവം തന്നെയാണല്ലോ, അതൊരു വിഷയം തന്നെയാണല്ലോ, പടച്ചോനെ അങ്ങനൊക്കെ ഉണ്ടായോ എന്ന് ഈ സംശയം ഇങ്ങനെ പ്രകടിപ്പിച്ച് നടക്കുക. എന്നിട്ട് ചിലപ്പോൾ ഈ കുരുവട്ടൂരിയുടെ പ്രസവം ചില ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല, പേരോട് ഉസ്താദിന്റെ പ്രസവം കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ചില ആൾക്കാരോട് പോയി ചോദിച്ചിട്ട് അങ്ങനെ പേരോട് ഉസ്താദ് പറഞ്ഞോ എന്ന് ചോദിച്ചാണ്ട് കുരുവട്ടൂരിലുള്ള പ്രസംഗം കേൾക്കണം. കാരണം ശൈത്താൻ നമ്മളെ കൊണ്ടുപോകുന്നത് അങ്ങോട്ടാണ്. ശൈത്താന്റെ ആവശ്യം എന്താണ്? നമ്മൾ ഈമാൻ നശിപ്പിക്കണം. ഈ കുരുവട്ടൂരികളെ കൂടിയാൽ കപടന്മാരും വഞ്ചകന്മാരും ക്ലിപ്പ് മുറിയന്മാരുമായി ജനങ്ങളെ ഈമാൻ നശിപ്പിക്കാൻ വേണ്ടി ഇവിടെ കടന്നു വന്ന വഹാബി ചാരന്മാരായ ബഹുമാനപ്പെട്ട സിയം വലിയുല്ലാഹി ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ ഇത്ര കാലം വരെയുള്ള നമ്മളെ കേരളക്കരയിലെ മഹത്തുക്കളായ പണ്ഡിതന്മാരും നമ്മളെ മുൻകഴിഞ്ഞും സുന്നത്യമായത്തിന്റെ ആളുകളും ഏത് രൂപത്തിലാണ് അവിടുത്തെ കണ്ടതും അനുഭവിച്ചതും നമുക്ക് വിശദീകരിച്ചു തന്നതും അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളുടെ ഈമാൻ നശിപ്പിച്ച് ബിദ്അത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യാൻ വേണ്ടി കടന്നു വന്ന ഈ കുരുവട്ടൂരികൾ അവരെ പ്രസംഗം തന്നെയാണ് പിന്നെയും കേൾക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മളെ ഈമാൻ നശിപ്പിക്കാനുള്ള പണിയെടുക്കുക. അപ്പൊ ഇങ്ങനെ കേട്ടുകാണ്ട് സംശയം ഉണ്ടാക്കി അത്
പേരോട് ഉസ്താദ് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ചിന്തിക്കുക. സത്യത്തിൽ ഇവിടെ എന്താണ് പേരോട് ഉസ്താദ് പറഞ്ഞത് എന്ന് കേൾക്കാൻ പോലുള്ള മനസ്സ് പലപ്പോഴും നമ്മൾ കാണിക്കണില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയാനുള്ളത്, ഈ കുരുവട്ടൂരികൾ എന്ത് പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്, നമ്മൾ ഉലമാ ആ വിഷയത്തിൽ കൃത്യമായി എന്ത് പറഞ്ഞു എന്ന് മുഴുവനായും കേൾക്കാൻ നമ്മൾ തയ്യാറാവണം. ഏറ്റവും ആദ്യമായി ചെയ്യേണ്ടത് കുരുവട്ടൂരികൾ അടക്കമുള്ള ഏത് കള്ളത്തൊരീക്കത്തുകാരുടെയും ബിദ്അത്തുകാരുടെയും ഒരു പ്രഭാഷണങ്ങൾ കേൾക്കാൻ പാടില്ല എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഇനി വല്ല നിലക്കും നമ്മൾ എപ്പോഴെങ്കിലും അറിയാതെ കേട്ടുപോയാൽ ചെയ്യേണ്ടത് നമ്മുടെ ഉലമാ ആ വിഷയത്തിൽ കൃത്യമായി എന്തു പറഞ്ഞു എന്നുള്ള വിശദീകരണം തേടലാണ്. ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച ആളുകളോട്, തഹ്ഖീഖുള്ള ആളുകളോട് ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരണം തേടലാണ്. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് കുരുവട്ടൂരികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്ലിപ്പ് ആദ്യങ്ങളെ കേൾപ്പിക്കുകയാണ്. അടിസ്ഥാനമാണതൊക്കെ. ഹബീബായ തങ്ങൾ ആരാ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഇസ്തിഗാസയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഒന്നിനും കഴിവില്ല, വെറും ഇടപെടൽ മാത്രം എന്ന് വരുത്തി തീർക്കാൻ പഴയ ആ സുന്നി മാറ്റിയിട്ട് പുതിയ വഹാബിസം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഹബീബായ തങ്ങളെക്കുറിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു വഹാബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒന്നിനും കഴിയാത്ത, കുഴഞ്ഞു കിടക്കുന്ന, കൈകാലികൾക്ക് സ്വാധീനമില്ലാത്ത ഒരാളെ പോലെയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിവിടെ ആരോ പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. അതേ സമയത്ത് ഇസ്തിഗാസ എന്ന വിഷയത്തിൽ വെറും ഇടപെടൽ മാത്രം അമ്പിയാക്കന്മാരെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കടക്കം ഒരു കഴിവുമില്ല എന്നിടത്തേക്ക് എത്തിക്കുകയാണ് ആ സംസാരവും. ഈ കപടനും വഞ്ചകരുമായ ഈ കുരുവട്ടൂരിയായ നൗഷാദ്, കാട്ടുവളപ്പിൽ നൗഷാദ് ചെയ്യണം. നിങ്ങൾ നോക്കി, ഇവൻ ഇവിടെ ഒരു വിഷയം കിട്ടുമ്പോഴേക്ക് അതിൽ പൊടിപ്പും തൊങ്ങലും വെച്ച് കൂടുതലായി അനുകമ്പ പിടിച്ചു പറ്റുക, എന്നിട്ട് ജനങ്ങളെ ഈമാൻ പേപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചങ്ങാതിക്ക് നാവിന് കുറച്ച് നീളം കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ജനങ്ങളെ ഈമാൻ പേപ്പിക്കാനാണ് ഈ കാട്ടുകള്ളനായ കാട്ടുവളപ്പിൽ നൗഷാദ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നോക്കി, നിങ്ങൾ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് പറഞ്ഞ എന്താണ്? കിടപ്പിലായൊരു വാപ്പ, ആ വാപ്പാക്ക് സ്വന്തമായി വീടുണ്ടാക്കാൻ കഴിവില്ല, ആ ബാപ്പാക്ക് സ്വന്തമായി കല്ലെടുക്കാൻ കഴിവില്ല, ആ ബാപ്പാക്ക് സ്വന്തമായി മറ്റൊരു കഴിവുമില്ല, അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് ഇവൻ ഇവിടെ എന്താ ചെയ്യാ? കിടപ്പിലായി കുഴഞ്ഞു കിടക്കുന്ന ഒന്നിനും കഴിയാത്തൊരു ബാപ്പ ഒന്നും കൂടി എന്താ ചെയ്യുക? അതിലേക്കുണ്ട് പൊടിപ്പും തൊങ്ങലും വെക്കുക. എന്നിട്ട് ആ ബാപ്പയെ ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ ബാപ്പയോട് തുല്യപ്പെടുത്തി എന്ന് പറയാ. നിങ്ങൾ നോക്കി, ഇനി എന്താണ് പേരോട് ഉസ്താദ് ഇവിടെ പറഞ്ഞത്? അത് കേൾപ്പിക്കുന്നതിന്റെ മുമ്പ് എന്താണ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് പേരോട് ഉസ്താദ് പറഞ്ഞത് എന്ന് ആദ്യം വിശദീകരിക്കും. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇവിടെ കുരുവട്ടൂരികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തമായ കഴിവ് കൊടുത്തേക്കാണ്. അവർക്ക് സ്വന്തമായിട്ട് കഴിവാണ്ട് കൊടുത്തിട്ടൊക്കെയാണ്. മൊബൈൽ ഫോൺ കൊടുത്തതുപോലെ, ഒരു വീട് കൊടുത്തതുപോലെ അവർക്ക് കഴിവാണ്ട് കൊടുത്തിട്ടൊക്കെയാണ്. ഇനി നമ്മ കൊടുത്ത അള്ളാഹുവിനിക്ക് ഞാൻ യാതൊരു പങ്കുമില്ല. ഇവരെന്നെയാണ് സ്വന്തമായിട്ട് ഇവരെന്നെയാണ് ഒക്കെ ചെയ്യുന്നത്. ഇപ്പോഴും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈയിന്റെ വിരലുകൾ പാത്രത്തിൽ അങ്ങ് വെച്ചു, അവിടുത്തെ വിരലിലൂടെ വെള്ളം ഒഴുകി. അത് ഹബീബായ തങ്ങൾ തന്നെ ചെയ്തതാണെന്നാ. അള്ളാഹ്ക്ക് അതിൽ യാതൊരു റോളും ഇല്ല. അതുപോലെ എന്തെങ്കിലും മുജിസത്തുകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയ മുർസലുകളിൽ നിന്നോ ഔലിയാക്കളിൽ നിന്നോ കറാമത്തുകളായിട്ടോ മുജിസത്തുകളായിട്ടോ കണ്ടു വന്നത് മുഴുവനും അതൊക്കെ അവരെന്നെ അങ്ങോട്ട് ചെയ്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിലൊരു റോളും ഇല്ല എന്ന രൂപത്തിലാണ് ഇവരിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇസ്തിഗാസ നമ്മൾ നടത്തുമ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ സഹായം തേടുകയാണ്, അല്ലെങ്കിൽ മുൻ കഴിഞ്ഞു പോയ ഏതെങ്കിലും ഔലിയാക്കളോട് നമ്മൾ സഹായം തേടുകയാണ്. ഈ സഹായം തേടുന്ന സമയത്ത് നമ്മളെ മനസ്സിലുള്ള മുറാദ് എന്താ? ഇവിടെ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചത് എന്താണ്? നമ്മൾ സഹായം തേടുന്ന ഈ വ്യക്തികൾ ഇവർ അള്ളാഹുവിൽ നിന്ന് നമ്മൾക്ക് സഹായം നൽകി തരാനുള്ള പദവിയുള്ള ഉന്നതരായ ആളുകളാണ്. ഇവർക്ക് അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ആ കാര്യങ്ങൾ ചെയ്തു തരാൻ കഴിയും.
ഇവിടെ അള്ളാഹുവാണ് നമ്മൾക്ക് എല്ലാം ചെയ്തു തരുന്നത്. സത്യത്തിൽ നമ്മൾ ഇവിടെ ഈ മഹാന്മാരോട് നമ്മൾ സഹായം തേടുമ്പോൾ ഇവിടെ സഹായം നമ്മൾക്ക് ഏത് സഹായം കിട്ടുകയാണെങ്കിലും അത് അള്ളാഹുവാണ് നമ്മൾക്ക് ചെയ്തു തരുന്നത്. ഈ വിശ്വാസമാണ് സുന്നികൾക്കുള്ളത്. മഹാന്മാരായ ഇമാമിങ്ങൾ വിശദീകരിക്കുകയാണ്, അന്നൽ മഖ്സൂദ ബിൽ ഇസ്തിആന, സഹായം തേടൽ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ ആരോട് സഹായം തേടുകയാണെങ്കിലും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം തേടുകയാണെങ്കിലും, ഔലിയാക്കളോട് പോയി സഹായം തേടുകയാണെങ്കിലും, ആരോട് സഹായം തേടുകയാണ്, ഈ സഹായ തേടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നമാ ഹുവല്ലാഹ്, അത് അള്ളാഹുവാണ്, അത് അള്ളാഹുവാണ്. വഇൻ ഹസ്വലത് ബിൽ ഗൈരി സൂറത്തൻ, നല്ലോ ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, അത് കരസ്ഥമാകുന്നത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അത് കരസ്ഥമാകുന്നത് അള്ളാഹു അല്ലാത്തവരെ കൊണ്ടാണ്, ബിൽ ഗൈരി മറ്റുള്ളവരെ കൊണ്ടാണ്, സൂറത്തൻ രൂപത്തിൽ. നമ്മുടെ രൂപത്തിൽ നമ്മളിങ്ങനെ കാണുമ്പോൾ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ചിലപ്പോൾ കാണുന്നത് ചിലപ്പോൾ മറ്റുള്ളവരിലൂടെയാണ്. അള്ളാഹുവിന് നേരിട്ട് തരുന്നമാരല്ല നമ്മൾ കാണുന്നത്. ചിലപ്പോൾ നമ്മൾക്ക് ഭക്ഷണം തരുന്ന ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കൊണ്ടുവരികയാണ്, അവിടുത്തെ കൈകൾക്കിടയിലൂടെ വെള്ളം കെട്ടി നേരം കെട്ടി വരികയാണ്. അതല്ലെങ്കിൽ മറ്റു രൂപത്തിൽ നമ്മളിങ്ങനെ സഹായം കാണുക, രൂപത്തിൽ സൂറത്തൻ രൂപത്തിൽ നമ്മൾ മറ്റുള്ളവരിലൂടെയാണ് ഈ സഹായം കരസ്ഥമാകുന്നത് എങ്കിലും ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മൾ സത്യത്തിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നത് അത് അള്ളാഹു മുഖേന തന്നെയാണ്. അള്ളാഹുവാണ് എല്ലാം ചെയ്യുന്നത്. എത്രത്തോളം ഒരു വ്യക്തിയുടെ ജനങ്ങളുടെ ഖൗലി, യാ ഫുലാൻ അഇന്നി, ഓ മനുഷ്യ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ, ബിമൻസിലതി യാ അല്ലാഹ് അഇന്നി ബിവാസിതതി ഫുലാൻ, പടച്ചോനെ എന്നെ ഇന്ന വ്യക്തി കാരണമായി സഹായിക്കണേ എന്നാണ്. ഇതാണ് ഇമാമിങ്ങൾ ഇവിടെ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിപ്പിച്ചെന്നത്. നമ്മളെ ഒരു വ്യക്തി യാ ഫുലാൻ അഇന്നി എന്ന് പറഞ്ഞാൽ യാ അല്ലാഹ് അഇന്നി ബിവാസിതതി ഫുലാൻ, ഈ അർത്ഥത്തിനാണ്. നമ്മളൊരു വ്യക്തിയോട് സഹായം തേടുമ്പോൾ, ഇനി എനിക്ക് സഹായം ചെയ്തു തരണം, എൻ്റെ രോഗം മാറ്റിത്തരണം, എനിക്ക് ഭക്ഷണം നൽകണം, എനിക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് മഴ വേണം, ഈ വിഷയവുമായി നമ്മൾ ഒരാളടുക്കൽ പോയി സഹായം തേടുമ്പോൾ അത് ഏത് സ്ഥാനത്താണ്? യാ അല്ലാഹ്, ഓ പടച്ചോനെ അഇന്നി, എന്നെ സഹായിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മഴ വേണം, എൻ്റെ രോഗം മാറണം, എൻ്റെ ഇന്ന് ആവശ്യങ്ങൾ നിറവേറ്റിത്തരണം, ഈ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിത്തരണം എന്ന് പറയുന്നത് യാ അല്ലാഹ് പടച്ചോനെ ഞങ്ങളെ സഹായിക്കണം, ബിവാസിതതി ഫുലാൻ, ഇന്ന വ്യക്തിയുടെ കാരണമായിട്ട്. അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും നമ്മൾക്കറിയാം, നമ്മൾ ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായി ഒരു കഴിവും ആ ചോദിക്കപ്പെടുന്ന വ്യക്തിക്കില്ല. അവർ ഉന്നതമായ സ്ഥാനത്താണ്, ഉന്നതമായ പദവിയിലാണ്. ചിലപ്പോൾ നമ്മൾക്കത് ചെയ്തു തരാനുള്ള പദവികൾ അവർക്കുണ്ട്, നമുക്ക് ചോദിച്ച് വാങ്ങിത്തരാനുള്ള സ്ഥാനത്താണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട്, അവരുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെല്ലാം വിഷയത്തിൽ നമുക്ക് ഇടപെട്ട് കാര്യങ്ങൾ വാങ്ങിത്തരാൻ കഴിയുമോ ആ വിഷയത്തിൽ നമ്മൾ അവരുമായി ബന്ധപ്പെടുന്നു. അങ്ങനെ അവർ അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മൾ കാര്യങ്ങൾ കിട്ടുന്നു. ചിലപ്പോൾ കാര്യങ്ങൾ കിട്ടുന്നത് രൂപം നോക്കുമ്പോൾ, നമ്മളിങ്ങനെ കണ്ണിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ അത് മറ്റു രൂപത്തിലാണെങ്കിലും അവിടെ എല്ലാം നമുക്ക് ലഭിക്കുന്നത് അള്ളാഹുവിലൂടെയാണ്. ഇതാണ് നമ്മൾ അള്ളാഹു അല്ലാത്ത ഏതൊരാളോടും സഹായം തേടുകയാണെങ്കിലും അവിടെയൊക്കെയുള്ള സുന്നികളായ ആളുകളുടെ സഹായ തേട്ടത്തിന്റെ ഉദ്ദേശം ഇതാണ് ഇമാമികൾ നമ്മൾ പഠിപ്പിച്ചത്. ഇനിയാണ് നമ്മൾ പേരോട് ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കേണ്ടത്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇസ്തിഗാസയും തവസ്സുലും സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സംസാരിക്കുകയാണ്. പേരോട് ഉസ്താദ് ആ വിഷയം തുടക്കം മുതൽ ഒടുക്കം വരെ പേരോട് ഉസ്താദ് ശരിക്കും വളരെ കൃത്യമായി അവതരിപ്പിക്കുകയാണ്. ഉസ്താദ് സംസാരിക്കുന്നത് ഇസ്തിഗാസ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ്, ഉസ്താദ് സംസാരിക്കുന്നത് തവസ്സുൽ സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് സ്വഹീഹായ ഒരു ഹദീസ് വായിക്കുകയാണ്. സ്വഹീഹായ ഹദീസ് വായിച്ച് ആ ഹദീസിൽ തന്നെ ഇസ്തിഗാസയും അതുപോലെ തവസ്സുലും രണ്ടും ഉൾക്കൊള്ളുന്ന ഒരു ഹദീസ് വായിക്കുകയാണ്. വായിച്ചിട്ട് നമ്മളിവിടെ സഹായം തേടുമ്പോൾ നമ്മുടെ മുറാദ് എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്? ഇത് സഹായം തേടപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു കഴിവില്ല. കഴിവ് മുഴുവനും, ഈ വിഷയങ്ങൾ മുഴുവനും ചെയ്തു തരാനുള്ള കഴിവ് ആർക്കാണ്? അല്ലാഹു. അവിടെ മഖ്സൂദ് അല്ലാഹുവാണ്. അടുത്ത് ചോദിക്കപ്പെടുന്ന വ്യക്തി ആരായാലും ശരി,
ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല. പക്ഷേ അവർക്ക് ഓരോ വിഷയത്തിലും അതിൻ്റെതായ രൂപത്തിൽ ഇടപെടാനുള്ള സ്ഥാനത്ത്, ഉന്നതമായ പദവിയിലാണ് അവരുള്ളത്. അതുകൊണ്ട് തന്നെ ആ പദവിയുള്ള ആളുകളോട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? അതിനനുസരിച്ച് സഹായങ്ങൾ തേടും. എന്നിട്ട് പേരോട് ഉസ്താദ്, അവിടുത്തെ തന്നെ ഒരു ഉദാഹരണം പറയാൻ, പേരോട് ഉസ്താദ് ആ സദസ്സിലേക്ക് വരുമ്പോൾ ഒരാൾ എന്നോട് എന്ത് ചെയ്തു? പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. ചോദിക്കുന്ന വ്യക്തിക്കറിയാം ഞാൻ പള്ളി ഉണ്ടാക്കാൻ, ഞാൻ സാധാരണ പള്ളി ഉണ്ടാക്കാറില്ല, ഞാൻ അതിൻ്റെ കോൺട്രാക്ടർ വർക്ക് എടുക്കാറില്ല, ഞാൻ അതിൻ്റെ വാർപ്പിൻ്റെ പണി എടുക്കാറില്ല, ഞാൻ പള്ളി ഉണ്ടാക്കുന്ന പണിയല്ല എനിക്ക്. പക്ഷേ ചോദിക്കുന്ന വ്യക്തിക്കറിയാം പള്ളി ഉണ്ടാക്കാനുള്ള ഇടപെടലുകൾ, അതിനാവശ്യമായ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ കുരുവട്ടൂരികൾ പറഞ്ഞോ? ഉണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് തുല്യപ്പെടുത്തി എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. കാരണം അത് കേൾക്കുമ്പം ജനങ്ങൾക്ക് അത്ര അനുകമ്പ ഉണ്ടാവൂല. കാരണം എന്താ? അവിടെ അതെന്തപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക, അവിടെ എന്തായിരിക്കും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ജനങ്ങൾ ശ്രദ്ധിക്കും. അപ്പം ജനങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കും. അപ്പം പിന്നെ അനുകമ്പ ഉണ്ടാക്കാൻ, ജനങ്ങളെ ഈമാൻ പഴപ്പിക്കാൻ, ജനങ്ങളെ സുന്നത്തിയമായിട്ട് അടർത്തി മാറ്റാൻ, കള്ളത്തൊരീക്കത്തിലേക്കും വിദേഹത്തിലേക്കും ജനങ്ങളെ കൊണ്ടുപോകാൻ അവിടെ ഒന്നുകൂടി എന്താണ് അടുത്ത ഉദാഹരണമാണ്. പേരോട് എന്തിനാണ് ഉദാഹരണം പറയുന്നത്? ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് അതിൽ ഒരു കഴിവുമില്ല, അതിന് ഉദാഹരണം പറയാൻ. അതല്ലാതെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരോട് ഉസ്താദിനോട് തുല്യപ്പെടുത്തല്ല. എന്നിട്ട് ഉസ്താദ് അടുത്ത ഉദാഹരണം പറയാണ്, കിടക്കുന്നൊരു ബാപ്പ. ആ ബാപ്പയോട് മകൻ പോയിട്ട് പറയാണ്, ഉപ്പ എനിക്ക് വീട് വേണം. ഈ വീട് വേണം എന്ന് പറയുമ്പോൾ ചോദിക്കുന്ന കുട്ടിക്ക് മകൻ അറിയാം ഉപ്പാക്ക് കല്ലെടുക്കാൻ കഴിയില്ല, ഉപ്പാക്ക് പടവിന്റെ പണി അറിയില്ല, ഉപ്പാക്ക് വാർപ്പിന്റെ പണി അറിയില്ല. പിന്നെന്താണ് വാപ്പാക്ക് അറിയുക? പിന്നെ വാപ്പാക്ക് അറിയുന്നത് ആ വിഷയത്തിൽ എനിക്ക് വീടുണ്ടാക്കി തരാൻ ആവശ്യമായ വിഷയത്തിൽ ആ വാപ്പാക്ക് ഇടപെടാൻ കഴിയും. അപ്പോൾ ഒരു വിഷയത്തിൽ ചോദിക്കുന്ന വ്യക്തി, ചോദിക്കപ്പെടുന്ന വ്യക്തി ഏത് വിഷയം എന്തുമായിട്ടാണോ ആ സ്ഥാനം ആ ചോദിക്കപ്പെടുന്ന വ്യക്തിക്കുള്ളത്, ആ വ്യക്തി ഏത് വിഷയത്തിലൊക്കെയാണ് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുക, ഇടപെട്ടിട്ട് നമുക്ക് വാങ്ങിത്തരാൻ ഏത് രൂപത്തിലാണ് കഴിയുക, അവിടെ നമ്മൾക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്നത് ആരാണ്? ഈ വിഷയങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പേരോട് ഉസ്താദ് പറഞ്ഞത്. അതല്ലാതെ പേരോട് ഉസ്താദ് കിടപ്പിലായി കുഴഞ്ഞു കിടക്കുന്ന ഒന്നിനും കഴിയാത്ത അങ്ങോട്ട് പറഞ്ഞാൽ എന്താ ഈ ജനങ്ങളങ്ങോട്ട് അനുകമ്പ പിടിച്ചു പറ്റാൻ കഴിയും. അപ്പൊ സത്യത്തിൽ പേരോട് ഉസ്താദ് എന്താണ്? ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തമായ ഒരു കഴിവുമില്ല, കഴിവെല്ലാം അള്ളാഹുവിനിക്കാണ്. ഇവർ പിന്നെ ചെയ്യുന്നത് എന്താണ്? അവർ അള്ളാഹുമായി ബന്ധപ്പെട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരികയാണ്, അല്ലെങ്കിൽ മറ്റുള്ള വിഷയത്തിൽ നമുക്ക് ഇടപെടലുകൾ നടത്തുകയാണ്. ഈ വിഷയത്തിൽ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? അത് ഉണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്നിനും കഴിയാത്ത കുഴഞ്ഞു കിടക്കുന്ന കിടപ്പിലായ അത് കിട്ടിട്ട് പറഞ്ഞിട്ട് അനുകമ്പണ്ട് പിടിച്ചു പറ്റുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദ് ഉദാഹരണം വീണ്ടും പറയാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയാണ്. ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമാണ്. ഉസ്താദ് പറയുന്നത് ആദ്യം പേരോട് സ്ഥാനത്തിന് ഉദാഹരണം പറയാണ്, രണ്ടാമത് പറയാണ് എന്തിനാണ് ഉദാഹരണം പറയുന്നത്? സ്വന്തമായൊരു കഴിവില്ല. ആദ്യമൊക്കെ ഒന്നുമില്ലെങ്കിൽ ആ തുഫത്തുൽ ഇഖ്വാൻ എന്നെ ഓതിക്കൂടനെയോ? എന്നാലും അതിന് തഷ്ബീഹും മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിം മുഷബ്ബഹ് അലൈഹിം വജൂഷബൊക്കെ ഒന്ന് പഠിച്ചൂടെ? ഏത് വിഷയത്തിലാണ് സാദൃശ്യം, ഏത് വിഷയത്തിലാണ് ഇവിടെ ഉദാഹരണം കൊണ്ടുവന്നത്? അത് സ്വന്തമായി കഴിവില്ല, ആ വിഷയത്തിൽ ഇടപെടണം, അത് മറ്റുള്ളവരാണ് നമുക്ക് ചെയ്തു തരുന്നത്. ഇതിനാണ് ഉദാഹരണം പറയുന്നത്. അപ്പൊ സ്വന്തമായ ഒരു കഴിവില്ല, കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ് അള്ളാഹുവാൻ. എന്നിട്ട് ഇതിനാണ് പേരോട് ഉദാഹരണം. എന്നിട്ട് നിങ്ങൾ പേരോട് സ്ഥാന പ്രസംഗം ഒന്ന് കേട്ടോക്കി, എത്ര കൃത്യമാണ്. എന്നിട്ട് കള്ളത്തൊരീക്കത്തുകാർ ഇവിടെ എന്ത് ചെയ്യണം? ജനങ്ങളെ പേപ്പിക്കുക. സമീപത്ത് വന്നു, നിങ്ങളോട് ആവശ്യപ്പെട്ടു, അവർ നന്നായി يا محمد إني قد توجهت بك إلى ربي في حاجتي هذه لتقضي لي أو لتقضى لي اللهم فشفعه فيا. ദുആ നടത്തുകയാണ് അല്ലാഹുവിനോട്. എന്താണ് ദുആ? അല്ലാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു, ഞാൻ ഇടയാടനാക്കുന്നു നിന്റെ റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ. അള്ളാഹിനോട് ദ്വാരക്കുന്നതിന് ഇടയ്ക്ക് വിളിക്കുകയാണ്. ആരെ? ബദരീകളിലെ ഒന്നാമത്തെ മെമ്പറെ വിളിക്കുകയാണ്. അതാരാണ്? അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി. വിളിക്കുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദ് നബിയേ, ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് ഞാൻ അങ്ങയെ ഇടയാളനാക്കി മുന്നിട്ടിരിക്കുന്നു. ഫീ ഹാജതി, എന്റെ ആവശ്യം, ലിതഖ്ദിയ ലി, തങ്ങൾ വീട്ടിത്തരാൻ. തങ്ങൾ വീട്ടിത്തരാൻ എന്ന് പറഞ്ഞാലോ ആവശ്യം വീട്ടുന്നവൻ അള്ളാഹുവാണ്.
പിന്നെയോ തങ്ങൾ വീട്ടിൽ തരാന്ന് പറഞ്ഞാൽ തങ്ങൾ അതിൽ ഇടപെടാൻ എന്നാണ് അതിന്റെ അർത്ഥം. ഏതുപോലെ നേരത്തെ ഇവിടുന്ന് ഒരാൾ എന്നെ വിളിച്ചു, ഈ പരിസരത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം. പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, അയാൾക്കറിയാ. പിന്നെ പള്ളി ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു പള്ളി ഉണ്ടാക്കിത്തരാൻ കഴിയുന്നവരുണ്ടാക്കിത്തരാൻ നിങ്ങൾ ഇടപെടണമെന്നാണ്. അങ്ങനെ ഇടപെട്ട് 100-ലധികം പള്ളി റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഉണ്ടാക്കാൻ അവസരം ലഭിച്ചു. ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല, പക്ഷെ നാട്ടുകാർ പറയും നിങ്ങൾ പള്ളി ഉണ്ടാക്കി തരണമെന്നാണ്. അതേ സാധാരണയാണ് അങ്ങനെ പറയുക എന്ന് സ്വാഭാവികമാണ്. ഒന്നിനും കഴിയാതെ കിടക്കുന്ന ബാപ്പ, ആ ബാപ്പാനോട് മകൻ വന്ന് പറയുന്നു, ബാപ്പ എനിക്കൊരു വീടുണ്ടാക്കി തരണം. കല്ല് പൊക്കാൻ അയാളെ കൊണ്ട് കഴിയൂല, മരം എടുക്കാൻ അയാളെ കൊണ്ട് കഴിയില്ല, അയാൾക്ക് ആശാരിപ്പണി അറിയില്ല, അതേ പടവിന്റെ പണി അറിയില്ല. അയാളോട് വീടുണ്ടാക്കി തരണമെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വീടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ഇടപെടണമെന്നാണ്. ഇതുപോലെ നബി തങ്ങളോട് പറയാണ്, ഓ നബിയെ തങ്ങൾ വീട്ടിൽ തരാൻ, അതായത് അള്ളാഹു എന്റെ ആവശ്യം വീട്ടിൽ തരാൻ തങ്ങൾ ഇടപെടണമെന്നാണ് അതിന്റെ അർത്ഥം. അവിടെ എന്നും വായിക്കാം, എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാൻ വേണ്ടി. ഇത് പറഞ്ഞതിന് ശേഷം അതാണ് നബിതങ്ങളോടുള്ള ഇസ്തിഗാഥ. ഇടപെടാൻ ആവശ്യപ്പെടുന്നതാണ് ഇസ്തിഗാഥ. അതേ ഇടലയാളനാക്കി പടച്ചവനോട് ചോദിക്കുന്നതാണ് തവസ്സുല്. എന്നിട്ട് പിന്നെന്താ പറയാൻ നബിതങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്? തവസ്സുലും ഇസ്തിഗാഥയും. അത് കഴിഞ്ഞിട്ട് പിന്നെയും റസൂലുള്ള പഠിപ്പിച്ചു കൊടുക്കുന്നു, അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ, അല്ലാഹുവോട് തന്നെ വീണ്ടും പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ഫശഫിഹു ഫിയാ, അല്ലാഹുവേ എന്റെ വിഷയത്തിൽ ഇടപെടാൻ ഞാൻ മുഹമ്മദ് നബി തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ ഇടപെടുമ്പോ നീയൊന്ന് സ്വീകരിക്കണേ, അവിടുത്തെ ശഫാഅത്ത് സ്വീകരിക്കണേ. ആകയാൽ തവസ്സുലും ഇസ്തിഗാഥയും പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സുഹൃത്തുക്കളെ, തവസ്സുലും ഇസ്തിഗാഥയും ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ശിർക്ക് ചെയ്ത മുശ്രിക്കുകളാണെന്ന് പറഞ്ഞാൽ അവൻ അതാ റസൂലുള്ളാഹിനെയാണ് ആക്ഷേപിക്കുന്നത്, അല്ലാഹുവിന്റെ റസൂലിനെയാണ് തള്ളുന്നത്, ഖുർആനിനെയാണ് തള്ളുന്നത്. മധ്യവർത്തി വേണ്ട എന്ന് പറഞ്ഞാൽ തള്ളുന്നത് ഖുർആനിനെ ആണ്. ഖുർആനിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും തള്ളിയാൽ ഖുർആൻ പറയുന്നു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചോയ്സ് ഇല്ല. അത് ഞാൻ സ്വീകരിക്കൂല എന്ന് പറയാൻ ഒരു മുസ്ലിമിനും ഒരു മുഅ്മിനിനും അധികാരമില്ല. ഇതുകൊണ്ട് എത്ര കൃത്യ പേരോട് പറയണത്. എന്നിട്ട് പേരോട് ലാസ്റ്റ് എന്താണ്? ഇസ്തിഗാസ നടത്തണം, തവസ്സുല് നടത്തണം. ഇസ്തിഗാസയെ എതിർക്കുന്നവർ അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തള്ളിപ്പറഞ്ഞവരാണ്. തവസ്സുലിനെ എതിർത്തവർ അവർ ഹബീബായ തങ്ങളെ തള്ളിപ്പറയുന്നവരാണ്. ഇവിടെ ഇസ്തിഗാസയും തവസ്സുലും എതിർത്തവർ ഖുർആനെ തള്ളിപ്പറയുന്നവരാണ്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് ഇസ്തിഗാസയും തവസ്സുലും സ്ഥിരപ്പെടുത്തുകയാണ്. ഉസ്താദ് ഇവിടെ ഉദാഹരണങ്ങൾ കൊണ്ടുവന്നത് നമ്മൾ സഹായം തേടുമ്പോൾ, ഞാൻ വീണ്ടും സാധാരണക്കാർക്ക് വേണ്ടിയാണ് വീണ്ടും വിശദീകരിക്കുക. പലരെയും ഈ കുരുവട്ടൂരികൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഇവിടെ ഉദാഹരണം കൊണ്ടുവന്നത് സ്വന്തമായി ആർക്കും കഴിവില്ല, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവൻ അല്ലാഹുവാണ്. അതാണ് ഇമാമിങ്ങൾ പറഞ്ഞത്. നമ്മളൊരു വിഷയത്തിൽ സഹായം തേടുമ്പോൾ, ഒരാളോട് സഹായം തേടുമ്പോൾ അന്നൽ മഖ്സൂദ ബിൽ ഇസ്തിആന, സഹായത്തേട്ടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്നമാ ഹുവല്ലാഹ്, അത് അള്ളാഹുവാണ്. അവിടെ മഖ്സൂദ് അള്ളാഹുവാണ്. ആരോട് പോയാണ് നമ്മൾ സഹായം തേടുമ്പോഴും അവിടെയൊക്കെയുള്ള സഹായത്തേട്ടം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അള്ളാഹുവാണ്. നമ്മൾ കാര്യങ്ങൾ കരസ്ഥമാകുന്നത് മറ്റുള്ളവരിലൂടെയാണ്. സൂറത്തൻ രൂപത്തിൽ കാണുമ്പോൾ നമ്മളെ കാഴ്ചയിൽ കാര്യങ്ങൾ കരസ്ഥമാകുന്നത്, നമ്മുടെ രോഗം മാറിയത് ഡോക്ടറെ കൊണ്ടാണ്, അല്ലെങ്കിൽ കടം വീടിയത് മറ്റുള്ളവർ സഹായിച്ചിട്ടാണ്, അതിൽ ഭക്ഷണം കിട്ടിയത്, അല്ലെങ്കിൽ വെള്ളം കിട്ടിയത്, മഴ കിട്ടിയത്, അതുപോലെ മറ്റുള്ള വിഷയങ്ങൾ നമുക്ക് ലഭിച്ചത്, ഇതൊക്കെ സഹായം കിട്ടിയത് നമ്മളെ കണ്ണുകൊണ്ട് തന്നെ കാണുമ്പോൾ രൂപത്തിൽ മറ്റുള്ളവരിലൂടെ കൊണ്ടാണെങ്കിലും അവിടെ മഖ്സൂദ് അല്ലാഹുവാണ്. എത്രത്തോളം നമ്മൾ ഒരാളോട് യാ ഫുലാൻ അഇന്നി, ഓ മനുഷ്യ, അല്ല ഒരു വലിയനോട് യാ ഫുലാൻ എന്ന് പറഞ്ഞാൽ ആരും സഹായം തേടപ്പെടുന്ന ആരും അങ്ങനെ വിളിച്ചാൽ അവർ ഞാൻ ഇനി എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞാൽ ബിമഅന, ഏതർത്ഥത്തിലാണത്? ബിമൻസിലതി യാ അല്ലാഹ് അഇന്നി ബിവാസിതതി ഫുലാൻ, പടച്ചോനെ ഞങ്ങളെ ഇന്നാലുന്ന വ്യക്തി കാരണമായി സഹായിക്കണേ എന്നാണ്.
അപ്പൊ ചോദിക്കപ്പെടുന്ന വ്യക്തിക്ക് അവിടെ യാതൊരു സ്വന്തമായൊരു കഴിവില്ല. അത് വിശദീകരിക്കാനാണ് ഈ ഉദാഹരണമൊക്കെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാണ്, ജനങ്ങളെ അനുകമ്പ പിടിച്ചു പറ്റാൻ ഇത്തരം രൂപത്തിൽ ജനങ്ങളെ കബളിപ്പിക്കാൻ ഈ കുരുവട്ടൂരികളായ വ്യാജന്മാർ. അത് ജനങ്ങൾ മനസ്സിലാക്കണം എന്ന് പറയാനാണ് ഞാൻ ഈ വോയിസുകൾ വിട്ടത്. അവസാനമായി പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഒരു വിഷയം പറയാൻ, ദയവ് ചെയ്ത് നിങ്ങൾ ഈമാൻ നശിപ്പിക്കരുത്, ദയവ് ചെയ്ത് ഈമാൻ നശിപ്പിക്കരുത്. ഈ കാട്ടുകള്ളന്മാരായ കുരുവട്ടൂരികൾ അടക്കമുള്ള എല്ലാ കള്ളത്തൊരീക്കത്തുകാരും ബിദ്അത്തിന്റെ മറ്റൊരു വേർഷനാണ്. എത്രയോ കള്ളത്തൊരീക്കത്തുകാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ 1.25 ശരീഅത്ത്, നിങ്ങൾ 1.5 ശരീഅത്ത്, നിങ്ങൾ 1.25 ശരീഅത്ത്. എന്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന ശരീഅത്തിനെയാണ് ഇവർ നിസ്സാരപ്പെടുത്തുന്നത്. ഇങ്ങനെ ശരീഅത്തിനെ നിസ്സാരപ്പെടുത്തി നമ്മൾ ഈമാൻ നശിപ്പിക്കുന്ന കാട്ടുകള്ളന്മാർ, ബിദ്അത്തിലേക്ക് ജനങ്ങളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന കപടന്മാർ, വഞ്ചകന്മാരാണ്, വഹാബി ചാരന്മാരാണ് കുരുവട്ടൂരികൾ അടക്കമുള്ള എല്ലാ കള്ളത്തൊരീക്കത്തുകാരും. ദയവ് ചെയ്ത് ഒരു കള്ളത്തൊരീക്കത്തിൽ നമ്മൾ വിട്ടുപോകരുത്. അതോടൊപ്പം കുരുവട്ടൂരികളെ പ്രഭാഷണം ദയവ് ചെയ്ത് കേൾക്കരുത്. കുരുവട്ടൂരികളെ പ്രഭാഷണം കേൾക്കാൻ പ്രിയപ്പെട്ട കൂട്ടുകാർ അറിയാതെ പോലും പോകരുത്. ഈ കുരുവട്ടൂരികൾ എന്ന് പറയുന്നത് ഈ ചങ്ങാതിക്ക് നാവിന് കുറച്ച് നീളമുള്ളത് കൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നുണ്ട്. പലരും അതിൽ പെട്ടുപോകുന്നുണ്ട്. എന്തൊക്കെയാ ഇവിടെ പറഞ്ഞു കൂട്ടുന്നത്? CM വലിയുള്ളാഹി അവിടുത്തെ വിലായത്തിന് നമ്മൾ ചോദ്യം ചെയ്തു. കേരളത്തിൽ ഏതെങ്കിലും സുന്നത്യമായത്തിന്റെ ആലിമീങ്ങൾ ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹിയുടെ വിലായത്തിന് ചോദ്യം ചെയ്തിട്ടുണ്ടോ? നമ്മളാരും അവിടുന്ന് വലിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരാളും വലിയല്ല എന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ അവിടുത്തെ വിലായത്തിനെ തന്നെ ചോദ്യം ചെയ്തു. ആ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ ശൈത്താൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെയോട് ആരെങ്കിലും പറഞ്ഞോ? പച്ച കളവ് അറിയാൻ ഈ കുരുവട്ടൂർ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇവർ കളവ് പ്രചരിപ്പിക്കുന്നവരാണ്, ക്ലിപ്പ് മുറിച്ച് ജനങ്ങളെ വഞ്ചിക്കുന്നവരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരക്കാരുടെ പ്രഭാഷണം നമ്മൾ കേട്ടുപോകരുത്. ഒരു കാരണവശാലും കേൾക്കരുത്. കേട്ടാൽ നിങ്ങളെ ഈമാൻ നശിപ്പിക്കാൻ ശൈത്താൻ അവിടെ ഇടപെടും. കാരണം നമ്മളെ ഈമാൻ നശിപ്പിക്കാനാണ് ശൈത്താന്റെ ആവശ്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ പ്രഭാഷണം, അത്തരം പ്രഭാഷണങ്ങൾ കേൾക്കുകയേ ചെയ്യരുത്. ഒരു വിധത്തുകാരന്റെ പ്രഭാഷണം നിങ്ങൾ കേൾക്കരുത്. ഇനി എന്തെങ്കിലും ബൈ ചാൻസ് നിങ്ങൾ കേട്ടുപോയാൽ ഉടനെ നമ്മുടെ ഉലമ അവിടെ എന്തു പറഞ്ഞു കൃത്യമായ ഒരു പഠനം നമ്മൾ നടത്തണം. അല്ലെങ്കിൽ അത് പഠിച്ച ആളുകളോട്, ചിലപ്പോൾ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല, ഒന്നും ഇത്തരം വിഷയങ്ങളിലേക്കേ ശ്രദ്ധ പോകാത്ത ആൾക്കാരുണ്ടാവും. ഓലോട് പോയാണ്ട് കുരുവട്ടൂരിന്റെ ഈ ക്ലിപ്പാണ്ട് കേൾപ്പിച്ചു കൊടുത്താൽ, പേരോടുസ്താദ് ഇങ്ങനെ പറഞ്ഞോ, അല്ലാ അത് പറയാൻ പാടില്ല കേട്ടോ, പടച്ചോനെ പേരോടുസ്താദ് ഇങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അല്ലോ നമ്മളെ ഉലമ ഇങ്ങനൊക്കെ പറഞ്ഞോ എന്ന് ചിലപ്പോൾ ഇവരെ തെറ്റിദ്ധരിക്കാൻ ശൈത്താൻ ഈമാൻ നശിപ്പിച്ചൂടെ? അതുകൊണ്ട് കുരുവട്ടൂരികളെ ക്ലിപ്പ് കൊണ്ടാണ് ഇങ്ങനെ കേട്ടിട്ടുണ്ടാവും. ഇത് കുരുവട്ടൂരികളെ ക്ലിപ്പും കേട്ടിട്ടുണ്ടാവില്ല, പേരോടുസ്ഥാന്റെ ക്ലിപ്പും കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരാളെടുത്ത് കൊണ്ടാണ് ചോദിച്ചാൽ അപ്പം പറയണം, ഞാൻ അന്നാലും ഉസ്താദിനോട് ചോദിച്ചു, ആ ഉസ്താദും പറയുന്നത് പേരോടുസ്താദ് അവിടെ പറഞ്ഞ തെറ്റന്നെയാണ് എന്നാണ്. എന്നിട്ട് പിന്നെ അതോടുകൂടെ ഇവന്റെ ഈമാൻ പറ്റ നശിക്കുകയാണ്. ദയവ് ചെയ്ത് ഇത്തരം വിഷയങ്ങൾ പഠിച്ച ആളുകളോട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ പേരോടുസ്താദ് എന്ത് പറഞ്ഞു എന്ന് കൃത്യമായി മുഴുവനായും കേൾക്കുക. കുരുവട്ടൂരികളെ ക്ലിപ്പ് കേൾക്കരുത്, മുഴുവനായും കേട്ട് പഠിച്ചിട്ട് വേണം ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു വ്യക്തമായ ഒരു നിലപാടിലേക്ക് എത്താൻ എന്ന് വിനയത്തോടുകൂടെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈമാൻ സലാമത്താക്കി തെരുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്ത് വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.